ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് ഷിറിൽ. ഇന്ന് നമ്മൾ അലുവ കഥകളും കോഴിക്കോടിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. കോഴിക്കോടൻ ഹൽവ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതേപോലെ തന്നെ കോഴിക്കോട് ബീച്ചിൽ ഒരു വട്ടമെങ്കിലും വരാത്തവരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മൾ ഇന്ന് ഒരു കോഴിക്കോട് യാത്രയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനും ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഞങ്ങൾ ചൂസ് ചെയ്യുന്ന ലൊക്കേഷനാണ് ബീച്ച്. കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ അതൊരു വൈബ് തന്നെ. ലെറ്റ്സ് ഗോ ടു കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ബീച്ച് തന്നെ ഒരുപാട് പേരിലുണ്ട്. അതായത് കോതി ബീച്ച് ഉണ്ട്, നല്ല ചിത്രപ്പണികളും അലങ്കാരങ്ങളൊക്കെ ചെയ്തു വച്ചിരിക്കുന്ന സൗത്ത് ബീച്ച് ഉണ്ട്, പിന്നെ അതേപോലെ ബട്ട് റോഡ് ബീച്ച് ഉണ്ട്. അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ഫുൾ പാക്കേജാണ് നമ്മുടെ ബീച്ച്. ഈവനിങ് ഒരു 4 മണിയായപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിൽ വരുമ്പോൾ നമ്മൾ പാർക്കിംഗ് വളരെ റിസ്ക്കാണ്. അപ്പം നേരത്തെ വന്നാൽ നമുക്ക് പാർക്കിംഗ് ഒക്കെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടിപൊളി കാടമുട്ടയും കല്ലുമ്മക്കായും പിന്നെ സമൂസ അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു നല്ല ഫുഡ് സ്പോട്ടാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. കബാബ് അങ്ങനെ എല്ലാം, ഞണ്ട് ഫ്രൈ ഉണ്ട്, കാട ഫ്രൈ ഉണ്ട്. അങ്ങനെ ഒരു ഫുഡ് ലവറിന് ആവശ്യമുള്ളത് എന്തും അത് കോഴിക്കോട് ബീച്ചിലുണ്ടാവും. അപ്പം നമുക്കൊരു പ്ലേറ്റ് കല്ലുമ്മക്കായും പിന്നെ ഒരു പ്ലേറ്റ് കാടമുട്ടയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കാം. ഇത് നമ്മുടെ ബട്ട് റോഡ് ബീച്ചാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങൾ കൂടി ഉള്ളത് ബട്ട് റോഡ് ബീച്ചിലാണ്. അവിടെ നമുക്ക് കുറേ ഇരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നടന്ന് പോകാനായിട്ട് കുറച്ചും കൂടി നല്ല സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. കുട്ടികളായിട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാൻ നല്ലത് ബട്ട് റോഡ് ബീച്ചാണ്. അവിടെ ആകുമ്പോൾ കുട്ടികൾ എൻഗേജ്ഡ് ആയിരിക്കും. നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ അവർ വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ബീച്ചിൻ്റെ ഒരു വ്യൂവും കിട്ടും. നമുക്ക് അങ്ങനെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് പോവാം. അപ്പോൾ ഇത് ബട്ട് റോഡ് ബീച്ചാണ്. അവിടെ കുട്ടികളുടെ ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ കേടായിട്ടുണ്ട്. എല്ലാം പ്രോപ്പർലി വർക്കിംഗ് അല്ല. എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ കുട്ടികൾ കളിക്കാനുള്ളതുണ്ട്. ഇവിടെ പോയാൽ നമുക്ക് ചില ആളുകളൊക്കെ പട്ടം പറത്തുന്നത് കാണാം. ജസ നോക്കിയിരിക്കുകയാണ് പട്ടം പറത്തുന്നതൊക്കെ കാണാനായിട്ട്. അതൊക്കെ ഓരോരോ എക്സ്പീരിയൻസ് ആണ് അവളുടെ ലൈഫിലുള്ള. അപ്പോൾ കുറേ പട്ടങ്ങൾ നമുക്കിങ്ങനെ മുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വളരെ നൈസായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് നൈസായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് നല്ല മൈൻഡ് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. കുട്ടികൾ അവിടെ നിന്ന് അങ്ങനെ കളിച്ചോളും. നമുക്കിങ്ങനെ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ എവിടെ പോകുന്നു എന്നതിലല്ല കാര്യം, ശരിക്കും നമ്മൾ ആരെ കൂടെ പോകുന്നു, എങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നതിലാണ് ഓരോ ടൈമും നമുക്ക് വ്യത്യസ്തമാവുന്നത്. അപ്പോൾ ഉള്ള സമയം നമ്മൾ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് നിൽക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഒരു നല്ല ഹാപ്പിനെസ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ രാത്രിയായി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഒരുപാട് ദൂരേക്കൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ലല്ലോ. നമ്മൾ തൊട്ടടുത്തുള്ള ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോയി ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി ബോണ്ടിങ് സ്ട്രോങ് ആവും. അപ്പോൾ നമ്മൾ അതേപോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പോവുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് കഥകൾ പറയുക. ഇതൊക്കെയാണ് ലൈഫിലുള്ളൊരു ഹാപ്പിനെസ്. അപ്പോൾ നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. യെസ്, ദിസ് ഈസ് ബീഫ് മന്തി. അപ്പോൾ ചിക്കൻ മന്തിയും ബീഫ് മന്തിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് അതേപോലെ ബീഫ് മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് മന്തിയൊക്കെ കഴിക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ മന്തി. ഇവിടുത്തെ ഗ്ലാസ്സാണ് എനിക്ക് കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് തോന്നിയുള്ളത്. വളരെ ഒരു കൗതുകം തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മന്തി കഴിച്ചിട്ട് ഇറങ്ങാം. ഇനി നമ്മൾ പോകുന്ന ലൊക്കേഷൻ ഏതാണെന്ന് വിചാരിച്ചാൽ നമ്മൾ പോകുന്നതാണ് SM സ്ട്രീറ്റ്. അതായത് ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളും പിന്നെ എന്താ പറയുക, കുറച്ച് നമുക്ക് വില കുറഞ്ഞ സാധനങ്ങളും ഹൈ ലെവലുള്ള സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഇത്. ഇത് നമുക്ക് സൺഡേസ് ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഷൂസിൻ്റെ വെറൈറ്റി ഐറ്റംസ്, ഡ്രസ്സുകൾ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ അലുവ, എല്ലാ തരം ഹലുവകളും ഉണ്ടാകും. ഗോതമ്പ് ഹൽവ, കുനാഫ ഹലുവ, പൈനാപ്പിൾ ഹലുവ, ബ്ലാക്ക് ഹലുവ, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ അവർ ടേസ്റ്റ് ചെയ്ത് നോക്കാനും തരും. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അതേപോലെ ടോയ്സിൻ്റെ ഐറ്റംസ്, ഡ്രസ്സസ്, എല്ലാ വെറൈറ്റി ഐറ്റംസും നമുക്കിവിടെ കിട്ടും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. ഇനി നമുക്ക് വെറുതെ ഈ കോഴിക്കോട് നഗരം ഒന്ന് ചുറ്റിക്കാണാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ നൈറ്റ് റൈഡ് പോലെയൊക്കെ പോകാൻ രസമല്ലേ. അപ്പോൾ ഇത് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അടുത്തുള്ള കുളമാണ്. അപ്പോൾ അവിടെയൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് നമുക്കൊരു ചർച്ച് കാണാം. ഈ ചർച്ചും ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ്. നൈറ്റ് വ്യൂ അടിപൊളിയാണ്. ഇനി നമ്മൾ കുറച്ചിങ്ങനെ ചുറ്റി കറങ്ങിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജ്യൂസ് കുടിക്കാം.
ഇത് ഗണേഷ് കൂൾബാർത്ത ജ്യൂസാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വിചാരിച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കൂടാതെ ഇത് നല്ല തിക്കായിട്ടുള്ള ജ്യൂസുമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചൂസ് ചെയ്യാറുണ്ട്. നല്ല ജ്യൂസാണ്, നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിയിട്ടുള്ളത് മാംഗോ ജ്യൂസാണ്. ജസ്റ്റ് ഇത് ഫുള്ളൊന്നും കുടിക്കില്ല, അവളുടെ കയ്യിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആരും ഇനി അത് കമൻറ്റ് ചെയ്യണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി ഈ കടലിൻ്റെ തിരമാലകളെ എണ്ണി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ തിരമാലയിൽ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. കാരണം അതൊരു എക്സ്പീരിയൻസ് രസമാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ദിസ് ഈസ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ ഇത് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ദിസ് ഈസ് വാവ് സൂപ്പർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് ഷെറിൽ ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് watching my YouTube channel. Thank you all. So let's explore the Kozhikode beach and the entire Kozhikode city. Thank you. Bye.